നമുക്കൊരു ബ്ലൂ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ശംഖുപുഷ്പമാണ്. വയലറ്റ് കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുപോലത്തെ ടീയൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ടീ തയ്യാറാക്കാൻ, അതുപോലെ ഡ്രിങ്കായിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ട് കഴിക്കുവാണെങ്കിൽ ഇതിനകത്തോട്ട് നമുക്കൊന്ന് പിന്നെ തിളപ്പിച്ച വെള്ളത്തിലോട്ട്, അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ഇളകി വരും. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലുണ്ട് ഈ പൂ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം പൂ മാറ്റി ആ വെള്ളം കുടിക്കുക. അപ്പം അല്ലാതെ ഇപ്പം നമ്മൾ സ്പ്രൈറ്റും ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് ഹെൽത്തി അല്ലല്ലോ അത്. അപ്പം നമുക്ക് ഒരു ദാഹത്തിന് വേണ്ടി ഇപ്പോഴത്തെ ഡ്രിങ്കായിട്ട് കുടിക്കുവാണെങ്കിൽ അതിനകത്ത് അതൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും. പക്ഷേ മറ്റേ വല്ല ടേസ്റ്റ് ഇല്ല, പക്ഷേ ഗുണങ്ങൾ ഏറെയാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണ്ടി നിങ്ങളത് തയ്യാറാക്കി നോക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി ഇതിൻ്റെ നീര് ഇതുപോലെ നമ്മൾ തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് തിളപ്പിച്ചിട്ട് ആ നീര് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഡ്രിങ്കായിട്ട് കുടിക്കാൻ, ഹെൽത്തി ആയിട്ടാണെങ്കിൽ ഞാൻ പറയും ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തി അല്ലാതെ കഴിക്കുകയാണെങ്കിൽ നാരങ്ങ ആ വെള്ളത്തിനകത്തോട്ട് കുറച്ച് വെള്ളത്തിൽ മതി കേട്ടോ, നാരങ്ങ നീരും ആ വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊരു ഐസ് ക്യൂബ് നമ്മൾ ഉണ്ടാക്കത്തില്ലേ, ഐസ് ക്യൂബ് ശരിയാക്കുന്ന അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ കട്ടിയാക്കി എടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്താണ്. അപ്പോൾ ഈ രണ്ട് കളർ കണ്ടോ, ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തപ്പോഴത്തേക്കാണ് ഈ കളർ ഈ നീല കളർ മാറി നമ്മളൊരു ലാവൻഡർ ഷേപ്പല്ല ലാവൻഡർ കളറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. നമുക്കിതൊരു ഇങ്ങനെ കൊണ്ട് ഐസ് ക്യൂബാക്കി ഞാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ. ഈസിയാണ്. നമ്മൾ ഇത് ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്തോട്ട് ഇത് ഒരു നമ്മുടെ ക്യൂബുകൾ ഇട്ട് കൊടുക്കുക. തയ്യാറാക്കി വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്രൈറ്റ് ഉണ്ടെങ്കിൽ ഒഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പഞ്ചസാരയൊന്നും ചേർക്കണ്ട. സ്പ്രൈറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ക്യൂബ് എടുത്തിട്ട് നാരങ്ങ നീരൊക്കെ ഉണ്ടല്ലോ മിക്സാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്കായിട്ട് ഇത് കുടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ സ്പ്രൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അപ്പം നമ്മൾ ഐസിന് ക്യൂബായിട്ടുള്ളതുകൊണ്ട് തണുപ്പും കിട്ടും. കുഴപ്പമൊന്നും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ബ്ലൂ മാറിയപ്പം വയലറ്റ് ആയിട്ടുണ്ട്. ഈ കളർ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഈ കളറായിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും തിളപ്പിക്കുമ്പം ഈ കളർ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.